Hi children, welcome to our channel Classroom by Jokutan. Basic Science Unit 1 Reaping Gold from Soil Part 3 Combining Qualities. We have seen so far how plants of the same kind but different qualities are combining together to form good quality saplings. ഒരേ ഇനത്തിൽപ്പെടുന്നതും വ്യത്യസ്ത ഗുണങ്ങളുള്ളതുമായ സസ്യങ്ങളെ ഒരുമിച്ച് ചേർത്ത് ഗുണമേന്മയുള്ള സസ്യം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു അവ? ലെയറിംഗ്, ഗ്രാഫ്റ്റിംഗ്, ബഡ്ഡിംഗ്. വാട്ട് അതർ മെത്തേഡ്സ് ക്യാൻ ബി യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ബെറ്റർ സീഡ്സ്? മികച്ച ഇനം വിത്തുകൾ ഉണ്ടാക്കാൻ മറ്റെന്തെല്ലാം മാർഗങ്ങളാണുള്ളത്? Examine the pictures and notes given below. Tall variety West Coast tall. Dwarf variety ചാവങ്കാട് ഓറഞ്ച്. ഇപ്പോൾ പറഞ്ഞത് രണ്ട് തരത്തിലുള്ള തെങ്ങിൻ്റെ ഇനങ്ങളാണ്. ഒന്നാമത്തേത് നീളം കൂടിയ ഇനവും രണ്ടാമത്തേത് നീളം കുറഞ്ഞ ഇനവുമാണ്. എന്തൊക്കെയാണ് അവയുടെ പ്രത്യേകതകൾ? ടോൾ വെറൈറ്റി 20 to 30 meter height. Yield in 6 to 10 years. Lifespan of 80 to 100 years. Green colored coconuts. Major varieties West Coast tall, East Coast tall and Lakshadweep ordinary. ഇനി നമുക്ക് ഡാർഫ് വെറൈറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. 8 to 10 meter high. Yields in 4 to 5 years. Lifespan of 30 to 35 years. Yellow, orange, brown colored coconuts. Major varieties എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ, പിന്നെയോ ഗംഗാ ബോന്തം. ടോൾ വെറൈറ്റിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 20 മുതൽ 30 വരെ ഉയരമുണ്ടാവും. 6 മുതൽ 10 വർഷം കൊണ്ട് കായ്ഫലം ലഭിക്കും. 80 മുതൽ 100 വർഷം വരെ ആയുസ്സുണ്ട്. പിന്നെ പച്ച നിറത്തിലുള്ള തേങ്ങയായിരിക്കും ലഭിക്കുക. ഇനി നീളം കുറഞ്ഞ ഇനത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? 8 മുതൽ 10 മീറ്റർ മാത്രമേ ഉയരമുണ്ടാവൂ. 4-5 വർഷങ്ങൾക്കുള്ളിൽ കായ്ഫലം തരും. 30 മുതൽ 35 വർഷം മാത്രമേ അതിന് ആയുസ്സുള്ളൂ. പിന്നെ മഞ്ഞ, ഓറഞ്ച്, ബ്രൗൺ എന്നിങ്ങനെയുള്ള കളറിൽ കായ്കൾ ലഭിക്കും. ഫൈൻഡ് ഔട്ട് ദ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് ഓഫ് ടോൾ വെറൈറ്റി ആൻഡ് ഡാർഫ് വെറൈറ്റി ആൻഡ് റൈറ്റ് ദം ഡൗൺ. എന്തെല്ലാമായിരിക്കും ടോൾ ആൻഡ് ഡാർഫ് വെറൈറ്റിയുടെ അഡ്വാൻറ്റേജസ്? ടോൾ വെറൈറ്റിയുടെ അഡ്വാൻറ്റേജസ് ലൈഫ് സ്പാൻ ആണ്. 80 to 100 years ലൈഫ് സ്പാൻ ഉണ്ട്. ഇനി ഡാർഫ് വെറൈറ്റിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? Yield in 4 to 5 years. 4-5 വർഷങ്ങൾക്കുള്ളിൽ കായ്ഫലം ലഭിക്കും. പിന്നെ 8 to 10 മീറ്റർ മാത്രമേ ഹൈറ്റ് ഉണ്ടാവുകയുള്ളൂ. അതൊക്കെയാണ് ഡാർഫ് വെറൈറ്റിയുടെ അഡ്വാൻറ്റേജസ്. വാട്ട് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ദിസ് വെറൈറ്റീസ്? ടോൾ വെറൈറ്റിയുടെ ഡിസഡ്വാൻറ്റേജസ് എന്താണെന്ന് പറഞ്ഞാൽ 20 to 30 മീറ്റർ ഹൈ, ഉയരം കൂടുതലാണ്. പിന്നെ എന്താണ്? Yields in 6 to 10 years. 6 വർഷം മുതൽ 10 വർഷം വരെ എടുക്കും കായ്ഫലം ലഭിക്കാൻ. ഡാർഫ് വെറൈറ്റിയുടെ ഡിസഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ലൈഫ് സ്പാൻ ഓഫ് 30 to 35 years. ടോൾ വെറൈറ്റിയേക്കാളും ലൈഫ് സ്പാൻ വളരെ കുറവാണ്. വാട്ട് വിൽ ബി ദ ക്വാളിറ്റീസ് ഓഫ് എ ന്യൂ സീഡ് പ്രൊഡ്യൂസ്ഡ് ബൈ കമ്പൈനിങ് ടോൾ ആൻഡ് ഡ്രാഫ്റ്റ് വെറൈറ്റി? രണ്ടിനത്തിൻ്റെയും ഗുണങ്ങൾ ചേർന്ന പുതിയ വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചാൽ എന്തൊക്കെ സവിശേഷതകളായിരിക്കും അതിനുണ്ടാവുക? അതിന് ഗുണങ്ങളും ദോഷങ്ങളും സമ്മിശ്ര ഗുണങ്ങളും ഉണ്ടാവാം. ഹൈബ്രിഡൈസേഷൻ. Hybridization is the method of producing new seeds through artificial pollination between plants of the same species but of different characteristics. വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുള്ള ഒരേ വർഗത്തിൽപ്പെട്ട രണ്ട് ചെടികളെ തമ്മിൽ കൃത്രിമ പരാഗണം നടത്തി പുതിയ വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നു. ഈ രീതിക്കാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. Seeds formed in this manner
may combine advantages, disadvantages and mixed quality of the both parent plants. Seeds with desired qualities are selected from these. ഹൈബ്രിഡൈസേഷൻ വഴി ഉണ്ടാവുന്ന വിത്തിന് രണ്ടിനത്തിൻ്റെയും ഗുണവും ദോഷവും സമ്മിശ്ര ഗുണവും ഉണ്ടാവാം. ഇതിൽ അനുഗുണമായ വിത്തുകളാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. Let us familiarize ourselves with certain hybrid varieties of coconut. ചന്ദ്രലക്ഷ, ലക്ഷദ്വീപ് ഓർഡിനറി, ചാവക്കാട് ഓറഞ്ച്. ചില സങ്കര ഇനം തെങ്ങുകളുടെ പേരുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും കൂടി ഹൈബ്രിഡൈസേഷൻ നടത്തി ഉണ്ടായതാണ് ചന്ദ്രലക്ഷ. ലക്ഷദ്വീപ് ഓർഡിനറി ടോൾ വെറൈറ്റിയാണ്. ചാവക്കാട് ഓറഞ്ച് ഡാർഫ് വെറൈറ്റിയാണ്. രണ്ടിൻ്റെയും ഗുണങ്ങൾ അടങ്ങിയതാണ് ചന്ദ്രലക്ഷ. അടുത്തത് ചന്ദ്രശങ്കര, ചാവക്കാട് ഓറഞ്ച് വെസ്റ്റ് കോസ്റ്റ് ടോൾ. ചാവക്കാട് ഓറഞ്ച് ഡാർഫ് വെറൈറ്റിയാണ്. വെസ്റ്റ് കോസ്റ്റ് ടോൾ ടോൾ വെറൈറ്റിയാണ്. അടുത്തത് ലക്ഷഗംഗ, ലക്ഷദ്വീപ് ഓർഡിനറി ഗംഗാബോന്തം. ലക്ഷദ്വീപ് ഓർഡിനറി ടോൾ വെറൈറ്റിയാണ്. ഗംഗാബോന്തം ഡാർഫ് വെറൈറ്റിയാണ്. രണ്ടിൻ്റെയും ഗുണങ്ങളുള്ളതാണ് ലക്ഷഗംഗ. ഗുഡ് ക്വാളിറ്റി സീഡ് ഓഫ് പാഡി, വെജിറ്റബിൾ എക്സെട്ര have also been developed in this manner. Let us familiarize ourselves with some of these seeds. നെല്ല്, പച്ചക്കറി തുടങ്ങിയവയിലും ഈ രീതിയിൽ മികച്ച വിത്തുകൾ ഉൽപ്പാദിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചില വിത്തിനങ്ങളെ പരിചയപ്പെടാം. പാടി, പവിത്ര, റസ്വ, അന്നപൂർണ. പി, ലോല, മാലിക, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. ഗ്രീൻ ചില്ലി, ഉജ്ജ്വല, ജ്വാലാമുഖി, അനുഗ്രഹ. ലേഡീസ് ഫിംഗർ, കിരൺ, അർക്ക, അനാമിക, സൽകീർത്തി. ബ്രിഞ്ചൽ, സൂര്യ, ശ്വേത, അരിത, നീലിമ. ടൊമാറ്റോ, മുക്തി, അനക, അക്ഷയ. Many research activities are being conducted in Kerala to produce such superior varieties of seeds. മികച്ച ഇനം വിത്തുകൾ വികസിപ്പിച്ചെടുക്കുന്നതിനായി നിരവധി ഗവേഷണ പ്രവർത്തനങ്ങൾ കേരളത്തിൽ നടക്കുന്നുണ്ട്. പ്രിയങ്ക, എ ന്യൂ ലീപ്പ് ഇൻ ഈൽഡ്. മണ്ണുത്തി, പ്രിയങ്ക, എ ന്യൂ ബിറ്റർ ഗോഡ് വെറൈറ്റി ഈസ് മേക്കിംഗ് ന്യൂ ലീപ്പ് ഇൻ പ്രൊഡക്ടിവിറ്റി. This variety was developed by the Kerala Agricultural University. It is a seed variety that grows well in the climatic condition of Kerala. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്ത പുതിയ ഇനം പാവലാണ് പ്രിയങ്ക. ഉൽപാദനത്തിൽ പുതിയ കുതിപ്പുമായി പ്രിയങ്ക. മണ്ണുത്തി, ഉൽപാദനത്തിൽ പുതിയ കുതിപ്പുമായി പാവലിനം പ്രിയങ്ക. കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയാണ് ഈ ഇനം വിത്ത് വികസിപ്പിച്ചെടുത്തത്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്താണ് പ്രിയങ്ക. അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. വാട്ട് ഷുഡ് ബി മേഡ് പോസിബിൾ ഇൻ ദ അഗ്രികൾച്ചറൽ സെക്ടർ? കാർഷിക മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് സാധ്യമാകേണ്ടത്? ഹൈ ഈൽഡ്, ക്വിക്ക് ഈൽഡ്, റെസിസ്റ്റൻസ് ടു ഇൻഫെക്ഷൻസ്, lower nurturing cost, availability of quality seed or planting materials. മികച്ച ഉൽപാദനം, വേഗത്തിൽ വിളവ് ലഭിക്കൽ, രോഗബാധ ഇല്ലാതിരിക്കൽ, കുറഞ്ഞ ചെലവിൽ പരിചരണം, മികച്ച വിത്തുകൾ അല്ലെങ്കിൽ നടാനുള്ള വസ്തുക്കൾ ലഭ്യമാവൽ എന്നീ കാര്യങ്ങളാണ് കാർഷിക മേഖലയിൽ സാധ്യമാകേണ്ടത്. അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫംഗ്ഷൻ ടു ഫുൾഫിൽ ദീസ് നീഡ്സ്. ഇത്തരം ആവശ്യങ്ങൾ സാധ്യമാക്കുന്നതിനായി കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു. ഈസ് ദർ എനി അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ യുവർ ലൊക്കാലിറ്റി? ഹാവ് യു വിസിറ്റ് എനി സച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസ്? ഇത്തരത്തിലുള്ള ഏതെങ്കിലും കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ നിങ്ങളുടെ പ്രദേശത്തുണ്ടോ?
ഇത്തരത്തിലുള്ള ഏതെങ്കിലും സ്ഥാപനം നിങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? സം ഓഫ് ദ അഗ്രികൾച്ചറൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ അവർ സ്റ്റേറ്റ്. ഏതൊക്കെയാണ് നമ്മുടെ നാട്ടിലുള്ള കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ? കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, മണ്ണുത്തി, തൃശൂർ. സെൻട്രൽ ട്യൂബർ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടൻസ്, ശ്രീകാര്യം, തിരുവനന്തപുരം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് സ്പൈഷ്യസ് റിസർച്ച്, അതെവിടെയാണുള്ളത്? കോഴിക്കോട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഇന്ത്യ, കോട്ടയം. സെൻട്രൽ പ്ലാന്റേഷൻ ക്രോപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കാസർഗോഡ്. റീജിയണൽ റിസർച്ച് സെൻറ്റർ ഓഫ് കേരള അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി. ഇറ്റ് ഈസ് ത്രൂ ദ കൃഷി ഭവൻ that seed variety and planting materials developed by research institutes are brought to farmers. What are the other services that we get from the Krishi Bhavan? Prepare a report after visiting Krishi Bhavan or collect the information from the agricultural officer. ഗവേഷണ സ്ഥാപനങ്ങൾ വികസിപ്പിച്ചെടുത്ത നടാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളും വിത്തിനങ്ങളും കർഷകരിലേക്ക് എത്തുന്നത് കൃഷിഭവൻ വഴിയാണ്. മറ്റെന്തെല്ലാം സേവനങ്ങളാണ് കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്നത്? കൃഷിഭവൻ സന്ദർശിച്ചോ കൃഷി ഓഫീസറിൽ നിന്ന് വിവരങ്ങൾ ശേഖരിച്ചോ റിപ്പോർട്ട് തയ്യാറാക്കുക. മറ്റെന്തെല്ലാം സേവനങ്ങളാണ് ലഭിക്കുക? സബ്സിഡി ഫോർ വേരിയസ് ക്രോപ്സ്, പല വിളകൾക്കുള്ള സബ്സിഡി ലഭിക്കും. സോയിൽ സാമ്പിൾ ടെസ്റ്റിംഗ്, മണ്ണ് പരിശോധന. പ്രൊവൈഡ് ലേറ്റസ്റ്റ് ടെക്നോളജി ടു ഫാർമേഴ്സ്, കർഷകർക്ക് പുതിയ കൃഷി രീതികൾ പരിചയപ്പെടുത്തി കൊടുക്കും. അക്മാർ സർട്ടിഫിക്കേഷൻ ഫോർ അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ്. ടിഷ്യൂ കൾച്ചർ. ടിഷ്യൂ കൾച്ചർ ഈസ് ദ പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിംഗ് എ ന്യൂ ജനറേഷൻ ഫ്രം എ സെൽ ഓർ ടിഷ്യൂ ഓഫ് എ പ്ലാന്റ്. Plantlets with all parental quality can be developed through this technology. എന്താണ് ടിഷ്യൂ കൾച്ചർ? ഒരു ചെടിയുടെ സെല്ലിൽ നിന്നോ ടിഷ്യൂവിൽ നിന്നോ ചെടികൾ വളർത്തിയെടുത്ത് പുതിയ തലമുറയെ ഉൽപ്പാദിപ്പിക്കുന്നതാണ് ടിഷ്യൂ കൾച്ചർ. മാതൃസസ്യത്തിൻ്റെ എല്ലാ ഗുണങ്ങളുമുള്ള വിത്തുകൾ ഈ സാങ്കേതിക വിദ്യയിലൂടെ വികസിപ്പിച്ചെടുക്കാം. This technology is effectively practiced in plants like plantain, pepper, cardamom, pineapple, etc. The peculiarities of this technology is that hundreds of plantlets with the same qualities of the parent plant can be produced from a plant. വാഴ, കുരുമുളക്, ഏലം, പൈനാപ്പിൾ തുടങ്ങിയ സസ്യങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ വിജയകരമായി പ്രവർത്തിച്ചു വരുന്നു. ഒരു ചെടിയിൽ നിന്ന് അതിൻ്റെ അതേ ഗുണങ്ങളുള്ള 100 തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാമെന്നതാണ് ഇതിൻ്റെ സവിശേഷത. എങ്ങനെയുള്ളതാണവ? പാരന്റ് പ്ലാന്റിൻ്റെ അതേ ഗുണങ്ങളുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. പ്ലാന്റ് ഡൈവേഴ്സിറ്റി, സസ്യവൈവിധ്യം. We have so far discussed modern methods of preparing quality planting materials. Even if we use quality planting materials, the yield may not be good if the soil is not fertile. Good quality soil ensure the health of a plant. മികച്ച നടാനായിട്ടുള്ള വസ്തുക്കൾ തയ്യാറാക്കുന്ന ആധുനിക രീതികളാണ് നമ്മൾ ഇതുവരെ കണ്ടത്. വളക്കൂറില്ലാത്ത മണ്ണിൽ ഗുണമേന്മയുള്ള നടീൽ വസ്തുക്കൾ ഉപയോഗിച്ചാലും കാര്യമായ വിളവ് ലഭിക്കണമെന്നില്ല. മണ്ണിൻ്റെ ഗുണമേന്മയാണ് ചെടിയുടെ ആരോഗ്യം. വാട്ട് ഈസ് ദ ബെനിഫിറ്റ് ഓഫ് ഡിപ്പോസിറ്റിംഗ് പ്ലാന്റ് ഡെർബീസ് ഇൻ ദ ഫീൽഡ് ആഫ്റ്റർ കൾട്ടിവേഷൻ? വിളവെടുപ്പ് കഴിഞ്ഞാൽ സസ്യാവശിഷ്ടങ്ങൾ കൃഷിയിടങ്ങളിൽ നിക്ഷേപിക്കുന്നത് കൊണ്ടുള്ള നേട്ടമെന്താണ്? The soil become more fertile. മണ്ണ് കൂടുതൽ ഫലഭൂഷ്ടമുള്ളതാവുന്നു. The nutrients provided by one kind of plant debris is not the same supplying by the another. The more diverse the plant debris, the decomposition in the soil, the higher the fertility of the soil. എന്താണ് പറയുന്നത്? ഒരു സസ്യാവശിഷ്ടം മണ്ണിന് നൽകുന്നതല്ല മറ്റൊരു സസ്യാവശിഷ്ടം മണ്ണിനു നൽകുന്നത്. വൈവിധ്യമാർന്ന സസ്യാവശിഷ്ടങ്ങൾ എത്രമാത്രം മണ്ണിൽ വീണ് ജീർണിക്കുന്നുവോ
അത്രയും ഗുണമേന്മ മണ്ണിന് ലഭിക്കും. അതുകൊണ്ടാണ് കൃഷിയിൽ പരമാവധി വൈവിധ്യം ഉറപ്പാക്കുന്നത്. Let us observe some of the methods followed by farmers to ensure maximum diversity in agriculture. Intercrop, ഇടവിള. എന്താണ് ഇടവിള? Short term crop cultivated among the main crop in such a way that they do not harm the main crop are called intercrop. They help in maintaining soil fertility. എന്താണ് ഇന്റർക്രോപ്പ്? പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ കൃഷി ചെയ്യുന്ന ഷോർട്ട് ടൈം ക്രോപ്സിനെയാണ് ഇന്റർക്രോപ്പ് എന്ന് പറയുന്നത്. മണ്ണിൻ്റെ ഫലഭൂഷ്ഠത നിലനിർത്താൻ ഇത് സഹായിക്കുന്നു. വിച്ച് ആർ ദ ഇന്റർക്രോപ്സ് കൾട്ടിവേറ്റഡ് ഇൻ കോക്കനട്ട് ഫീൽഡ്? ഒബ്സർവ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ സയൻസ് ഡയറി. തെങ്ങിൻ തോട്ടത്തിലെ ഇടവിള കൃഷികൾ ഏതൊക്കെയാണ്? പാടി, പീ, ടപ്പിയോക്ക, സ്വീറ്റ് പൊട്ടറ്റോ, ചൈനീസ് പൊട്ടറ്റോ, ജിഞ്ചർ, ടർമറിക്, പെപ്പർ ആൻഡ് പൈനാപ്പിൾ ആർ the main intercrop cultivated in coconut field. Crop rotation. What is crop rotation? Cultivating a different crop instead of the crop cultivation earlier is called crop rotation. വിളപര്യായം. ഒരു കൃഷിക്ക് ശേഷം അതേ കൃഷി തന്നെ ആവർത്തിക്കാതെ മറ്റൊരു വിള കൃഷി ചെയ്യുന്നതാണ് ക്രോപ്പ് റൊട്ടേഷൻ അഥവാ വിളപര്യായം. ഹാവിൻറ്റ് യു നോട്ടീസ് ദ കൾട്ടിവേഷൻ ഓഫ് പീ, ബ്ലാക്ക് ഗ്രാം എക്സെട്ര അറ്റ് ഇൻ്റർവെൽസ് ഇൻ പാഡി ഫീൽഡ്സ്? ഇടവേളകളിൽ നെൽപ്പാടത്ത് പയർ, ഉഴുന്ന് എന്നിവ കൃഷി ചെയ്യാറുണ്ട്. ഡസ് ദ കൾട്ടിവേഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ് ബ്രിങ് അബൌട്ട് എനി ഇൻക്രീസ് ഇൻ ദ സോയിൽ ഫെർട്ടിലിറ്റി? വ്യത്യസ്ത വിളകൾ കൃഷി ചെയ്യുന്നത് മണ്ണിൻ്റെ ഫലപുഷ്ടിയിൽ എന്തെങ്കിലും വർധനമുണ്ടാക്കുന്നുണ്ടോ? യെസ്, ദ കൾട്ടിവേഷൻ ഓഫ് ഡിഫറെൻറ്റ് ക്രോപ്സ് ഹെൽപ്സ് ടു ഇൻക്രീസ് ദ ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ. റീപ്പിംഗ് ഗോൾഡ് ഫ്രം സോയിൽ എന്ന ഈ പാഠത്തിൻ്റെ അടുത്ത പാർട്ടുമായി കാണും വരെ എല്ലാവർക്കും താങ്ക് യു.